ബാർക്കോഴ വിവാദത്തിൽ മലക്കം മറിഞ്ഞ എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം, മദ്യനയം സർക്കാരിന്റെ അജണ്ടയിൽ പോലുമില്ലെന്നുമാണ് വിശദീകരണം. ഡൽഹി മോഡൽ ബാർക്കോഴ എന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി. അതേസമയം ബാർ ഉടമകളുടെ പിരിവ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് എക്സൈസ് മന്ത്രി കത്ത് നൽകി. ബാർക്കോഴയിലെ വിവാദ വെളിപ്പെടുത്തലിൽ സർക്കാരും എക്സൈസ് വകുപ്പും പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് രംഗത്തെത്തിയത്. ഡ്രൈഡേ നിരോധനം സർക്കാരിന്റെ അജണ്ടയിലില്ലെന്ന് പറഞ്ഞ മന്ത്രി എല്ലാം മാധ്യമങ്ങളെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. ഓഡിയോ സന്ദേശം പുറത്തായതോടെ സർക്കാരിനെ വിമർശിച്ച് BJPയും കോൺഗ്രസും രംഗത്തെത്തി. എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ഡൽഹി മോഡൽ മദ്യ അഴിമതിക്കാണ് ശ്രമമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് വി മുരളീധരന്റെ ആവശ്യം. അതേസമയം കോഴ എക്സൈസ് മന്ത്രിയും CPM അറിയാതെ നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഉത്തരവാദിത്വം എക്സൈസ് മന്ത്രിക്കുണ്ടല്ലോ, അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ പാർട്ടി അറിയാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എക്സൈസ് മന്ത്രിസ്ഥാനം എം.പി. രാജേഷ് ഉടൻ രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ സർക്കാരിനെ വിമർശിച്ച് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ രംഗത്ത് വന്നു. വിഷയം അതീവ ഗൗരവമെന്ന് പറഞ്ഞ ശിവരാമൻ പണമുള്ളവർക്ക് സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഗൗരവമേറിയ വിഷയമാണെന്നും കൂട്ടിച്ചേർത്തു. മദ്യ അഴിമതി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് VM സുധീരനും രംഗത്തെത്തി. സർക്കാരിന്റെ നടപടി നിഷ്കളങ്കമെന്നാരും പറയില്ല, ഇതിനു പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും VM സുധീരൻ വിമർശിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആകെ നടക്കുന്ന, സർക്കാർ തലത്തിൽ നടക്കുന്ന ആകെ ഒരു നടപടി എന്ന് പറയുന്നത് മദ്യവ്യാപനം മാത്രമാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട സർക്കാർ വിജയകരമായി നടപ്പിലാക്കുന്നൊരു നയം എന്ന് പറയുന്നത് മദ്യവ്യാപനമാണ്. അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ്, നാടിനെ നശിപ്പിക്കുന്ന നയമാണ്. ഈ നയം തിരുത്തിയേ മതിയാകൂ. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ബലി കൊടുക്കുന്ന നടപടിയെന്നാണ് ക്രൈസ്തവ സഭ കൂട്ടായ്മയുടെ പ്രതികരണം. കേരളത്തിലെ IT പാർക്കുകളെ മദ്യാലയമാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തെ ധാർമ്മിക ബോധമുള്ള കേരള ജനത ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുവാനും അവരുടെ തൊഴിലിടങ്ങളിലെയും കുടുംബങ്ങളിലെയും സമാധാന അന്തരീക്ഷം തീർക്കുവാനും ഈ നീക്കം ഇടവരുത്തുക തന്നെ ചെയ്യും. അതേസമയം വിവാദമായ സാഹചര്യത്തിൽ വിഷയത്തിൽ അന്വേഷണം നടത്തി തലയൂരാനാണ് സർക്കാർ നീക്കം. ബാർ ഉടമകളുടെ പിരിവ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി DGPക്ക് കത്ത് നൽകി. ജനം, തിരുവനന്തപുരം.